ഏതാണ്ട് 2 വർഷം മുമ്പ് സീ കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പരയാണ് ശ്യാമാംബരം. സീരിയൽ നടൻ രാഹുലും നടി ഹരിത ജി നായരും നായികാനായകന്മാരായി അഭിനയിച്ച പരമ്പര അതിവേഗം ഹിറ്റാവുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും നടന്റെ പിന്മാറ്റം. തുടർന്ന് പരമ്പരയുടെ അണിയറ പ്രവർത്തകരും രാഹുലും തങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്തു വരികയും ചെയ്തു. പതുക്കെ ഈ പ്രശ്നം കെട്ടടങ്ങിയെന്നായിരുന്നു എല്ലാവരും ധരിച്ചത്. എന്നാൽ അതിനുശേഷം വിവാഹിതനായ രാഹുലും സീരിയൽ നടിയായ ഭാര്യ അശ്വതിയും അതിൻ്റെ പേരിൽ 1.5 വർഷത്തോളം അനുഭവിച്ചത് കടുത്ത വേദനയും മാനസിക സമ്മർദ്ദവും പുതിയ സീരിയൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ. മാത്രമല്ല, തങ്ങളെക്കുറിച്ച് നിരന്തരം അപഖ്യാതികൾ പറഞ്ഞു പരത്തുകയും മനസമാധാനമായി കിട്ടിയ വർക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാനാകാത്ത അവസ്ഥയിലും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത്തരത്തിൽ മോശമായി തങ്ങളെ ചിത്രീകരിക്കുന്നവർ ആരാണെന്ന് പേരടക്കം അറിയാമെങ്കിലും അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ പോവുകയാണെന്നുമാണ് രാഹുൽ വീഡിയോയിലെത്തി പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് രാഹുൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിൽ നടൻ പറയുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അശ്വതി ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അതിന് നിരവധി പേർ എന്താണ് പ്രശ്നം, കാര്യം എന്നൊക്കെ തിരക്കി. അതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2.5 വർഷം മുന്നേ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിനെ ചൊല്ലി നിരവധി പേഴ്സണൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തുടർന്ന് 1.5 വർഷം വരുമാനമില്ലാതെ ഞങ്ങൾ ഇരിക്കേണ്ട അവസ്ഥ വരെ വന്നു. ഈ ഒരു റൂമർ കാരണം. വേറൊന്നുമല്ല, ഞാൻ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ കാരണം അശ്വതിയാണ്. ഏത് പ്രോജക്റ്റിൽ എന്നെ എടുത്താലും ഭാര്യ പ്രശ്നമുണ്ടാക്കും. വേറൊന്നുമല്ല, ഞാനൊരു സ്ത്രീയുടെ കൂടെ അഭിനയിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അശ്വതി അത് വളരെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, വളരെ പൊസസീവാണ്, സെറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കും. എന്നെ ഏതെങ്കിലും പ്രോജക്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് പോകും എന്ന് തുടങ്ങി ഭയങ്കരമായ രീതിയിൽ റൂമർ പരത്തിയിരുന്നു. തുടർന്ന് 1.5 വർഷത്തോളം ഞങ്ങൾ വരുമാനമില്ലാതെയിരുന്നു. ഏതൊരു പ്രോജക്റ്റ് എൻക്വയറി വന്നാലും അവർ ചോദിക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊരു റൂമർ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അശ്വതി പ്രശ്നമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതുപോലെ അശ്വതിയോടും. അശ്വതിയും രാഹുലും പ്രശ്നക്കാരാണ്, ഏത് പ്രോജക്റ്റിലേക്ക് എടുത്താലും അവർ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകും എന്ന തരത്തിൽ റൂമറുകൾ പരത്തി. പക്ഷേ അത് ഞങ്ങൾ വിട്ടു. അതിനുശേഷം ദൈവം സഹായിച്ച് നമുക്ക് നല്ല 2 പ്രോജക്റ്റുകൾ കിട്ടി. നല്ല പ്രൊഡ്യൂസേഴ്സും നല്ല ചാനലും കിട്ടി. പക്ഷേ ഈ സെറ്റുകളിൽ വീണ്ടും ഇങ്ങനെ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞുള്ള റൂമർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് മാനസികമായി ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്തണം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണക്കാരി എൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ തന്നെ കാരണം അശ്വതിയുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞു പരത്തുന്ന റൂമേഴ്സ് ഒരാളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാനിതിനെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനൊരു പണി ഞാൻ തന്നിരിക്കും. ഇതാരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പേര് സഹിതം എനിക്കറിയാം. പക്ഷേ ഞാനത് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. അത് വൈകാതെ സ്വീകരിക്കാൻ തയ്യാറായിക്കോ എന്നാണ് രാഹുൽ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.